നമ്മുടെ നാട്ടിൽ അതായത് കേരളത്തിൽ പൊറോട്ട വിട്ടൊരു കളിയില്ല അല്ലേ. പൊറോട്ട എന്ന് പറയുമ്പോൾ ഒരു പ്രത്യേക ഒരു ഫീലിങ്സാണ് അല്ലേ. അപ്പം ഏത് ഫംഗ്ഷൻ ഉണ്ടെങ്കിലും പൊറോട്ട ഇല്ലാണ്ട് ഒരു ഫംഗ്ഷൻ ഇല്ല എന്നുള്ളൊരു മട്ടാണ്. അപ്പം നമ്മളിങ്ങനെ യാത്ര ചെയ്യുന്ന സമയത്ത് നമുക്കിന്ന് പൊറോട്ടയും വേണമായിരുന്നു. അപ്പം ഈ ഒരു സ്പോട്ട് കണ്ടത് ഇത് മലപ്പുറം ഡിസ്ട്രിക്റ്റിൽ തിരൂർ മുറിവഴിക്കൽ എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്താട്ടോ. മലപ്പുറത്തേക്ക് അല്ലെങ്കിൽ തിരൂർക്കാർക്ക് അറിയുന്നുണ്ടാവും മുറിവഴിക്കൽ എന്ന് പറഞ്ഞിട്ടുള്ള സ്പോട്ട്. അവിടെ മലേഷ്യ റൊട്ടി സ്പോട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഷോപ്പിൽ പോയപ്പം ആൾ പൊറോട്ട ഉണ്ടാക്കുന്നുണ്ട്. ഒരുപാട് വെറൈറ്റി പൊറോട്ടകൾ അവരുടെ അവൈലബിൾ ആണ്, പ്രത്യേകിച്ച് മലേഷ്യൻ വിഭവങ്ങൾ കേട്ടോ. അപ്പോൾ ഇവരുടെ ആ ഒരു പൊറോട്ടയുടെ ആ സോഫ്റ്റ്നെസ് കണ്ടപ്പോൾ ശരിക്കും മനസ്സിലായി സംഭവം പൊളിയാന്ന്. നോർമൽ പൊറോട്ടയുണ്ട്, അതുപോലെ മലേഷ്യൻ പൊറോട്ടയുണ്ട്, പിന്നെ ഒരുപാട് സ്പെഷ്യൽ ഐറ്റംസ് ഉണ്ട് കേട്ടോ. അപ്പം പ്രീ ബുക്ക് ചെയ്തിട്ട് വേണം ഇവിടെ വരാൻ വേണ്ടിയിട്ട്. ഇതാണ് നമ്പർ. അത്യാവശ്യം ബൾക്ക് ഓർഡേഴ്സ് വരുന്ന സ്ഥലമാണ്. ആൾ മലേഷ്യയിലായിരുന്നു അത്രേ. അപ്പം അവിടെ നിന്ന് വന്നിട്ട് ആളുടെ സ്ഥാപനം തന്നെയാണ്. അപ്പോൾ പൊറോട്ട സ്പെഷ്യൽ പൊറോട്ടകളൊക്കെ റെഡിയാക്കുന്ന ജോബാണ് ഇപ്പോൾ ചെയ്യുന്നത്. അതാണിപ്പോൾ ഇത്. അപ്പം നമുക്ക് വേണ്ടിയിട്ട് കുറച്ച് സ്പെഷ്യൽസൊക്കെ റെഡിയാക്കി തന്നിട്ടുണ്ടായിരുന്നു. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന സ്പെഷ്യൽസ്. എനിക്ക് അധികം സമയം ഉണ്ടായിരുന്നില്ല, ഞാൻ പൊറോട്ട വാങ്ങിക്കാൻ വന്നതല്ലേ. അപ്പം അതിൻ്റെ ഇടയ്ക്ക് പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റുന്ന മുർത്തബക്കൊക്കെ ഇവിടെ റെഡിയാണ് കേട്ടോ. അതൊക്കെ നമ്മൾ ആവശ്യത്തിനനുസരിച്ച് റെഡിയാക്കി കൊടുക്കുന്നതാണ്. അപ്പം ആവശ്യമുണ്ടെങ്കിൽ മുർത്തബക്ക്, അതുപോലെ ഒരുപാട് വെറൈറ്റീസ് അവിടെ കൊടുത്തിട്ടുണ്ട്. അതിലൊക്കെ മലേഷ്യൻ വെറൈറ്റീസ്. അപ്പോൾ അതൊക്കെ ടേസ്റ്റ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഇവിടെ വരാം. ഫ്രഷായിട്ട് റെഡിയാക്കി കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ ഇത് സ്ക്വയർ പൊറോട്ട കേട്ടോ. സാധാ പൊറോട്ട അതും അവൈലബിൾ ആണ്. ഇത് സ്ക്വയർ പൊറോട്ട. പിന്നെ പൊറോട്ടയുടെ മാവിൽ ഞാൻ മുട്ട ചേർത്തിരുന്നോ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ മുട്ട ചേർക്കാത്ത മാവാണ് കേട്ടോ റെഡിയാക്കിയുള്ളത്. അപ്പോൾ ഞാനിങ്ങനെ റെസിപ്പിയൊക്കെ ചോദിച്ചറിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചോദിച്ചപ്പോൾ ഇതിൽ കണ്ടൻസ് മിൽക്കാണ് ചേർത്തിട്ടുള്ളത്. ഭയങ്കര സോഫ്റ്റായിട്ടുള്ള മാവായിരുന്നു. അതുപോലെ പൊറോട്ട നല്ല സോഫ്റ്റായിരുന്നു. അപ്പം മുട്ട ചേർക്കാതെ സോഫ്റ്റ് എങ്ങനെ ആയെന്നൊക്കെ ചോദിച്ചപ്പോൾ അവർ കൂളായിട്ട് എനിക്ക് റെസിപ്പിയൊക്കെ പറഞ്ഞു തന്നു കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു റെസിപ്പി. അപ്പോൾ എന്തായാലും ഞാൻ ഉടൻ തന്നെ ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട്. ഇത് നമ്മുടെ പൊറോട്ടയുടെ മാവിൽ മുട്ട ചേർത്തിട്ട് ഓംലെറ്റ് പൊറോട്ട എന്തും വേണമെങ്കിലും പറയാം. ഇതാണത്തെ മലേഷ്യൻ സ്പെഷ്യൽ പൊറോട്ട. അപ്പോൾ ഇതിൽ എനിക്ക് ഒരു വ്യത്യസ്തമായിട്ടുള്ളൊന്നും തോന്നിയില്ല. കാരണം അവിടെ ഇങ്ങനെയാണ് ഇത്ര ഉണ്ടാക്കുക. മുട്ടയിൽ അങ്ങനെ സ്പെഷ്യലൊന്നും വെറൈറ്റീസൊന്നും ചേർക്കാറില്ല എന്ന് പറഞ്ഞു. പക്ഷേ ഒരു ആവറേജ് ടേസ്റ്റാണ്. ആ മുട്ട ചേർത്തിട്ടുള്ള പൊറോട്ടയ്ക്ക് ഒരു ആവറേജ് ടേസ്റ്റാണ് തോന്നിയത്. പക്ഷേ നോർമൽ പൊറോട്ട നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഇവിടുത്തെ. അതുപോലെ ഞാൻ പറഞ്ഞല്ലോ സ്ക്വയർ പൊറോട്ട, അതും നല്ല ടേസ്റ്റ് ഉണ്ട്. അതുപോലെ വേറൊരു പൊറോട്ട, ഒരു മധുരമുള്ളൊരു പൊറോട്ട കൊണ്ട് റെഡിയാക്കി തന്നിട്ടുണ്ടായിരുന്നു. അതും നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ നമ്മൾ ഇവിടുത്തെ സ്പെഷ്യൽസ് എന്തൊക്കെയാണെന്ന് ചോദിച്ചിട്ടാണ് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ മുർത്തബഗ്, അതൊക്കെ ഉണ്ട് ഇവിടെ. കുറേ സ്പെഷ്യൽസ് അവൈലബിൾ ആണ്. അപ്പോൾ അതൊക്കെ വേണ്ടവർക്ക് ഓർഡറിനനുസരിച്ചിട്ടാണ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് ഇവരുടെ നോർമൽ പൊറോട്ട കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട്. നല്ല പുറമേ നല്ല ക്രിസ്പ്, അകത്ത് നല്ല സോഫ്റ്റ്, നല്ല ഫ്ലേക്സൊക്കെ ഉള്ള നല്ല അടിപൊളി പൊറോട്ട കേട്ടോ. പിന്നെ ഇവിടുത്തെ സ്പെഷ്യൽസ് ഇതൊക്കെയാണ് ഇവിടുത്തെ മലേഷ്യൻ സ്പെഷ്യൽ ഐറ്റംസ് ആണ്. അതൊക്കെ ഇവിടെ അവൈലബിൾ ആണ്. അതൊക്കെ നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ചിട്ട് ഇവിടെ വന്നാൽ ചെയ്തു തരുന്നതെന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതാണ് നോർമൽ പൊറോട്ട കേട്ടോ. നോർമൽ പൊറോട്ട നമ്മൾ വീശി അടിച്ചിട്ട് ഇങ്ങനെ എന്താ പറയുക മടക്കിയിട്ടാണ് ചെയ്യുന്നത്. ഭയങ്കര ടേസ്റ്റ് കേട്ടോ. നല്ല ടേസ്റ്റ്, നല്ല സോഫ്റ്റായിട്ട് ഞങ്ങൾ പാർസൽ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് പോലും നല്ല സോഫ്റ്റായിട്ട് നല്ല ടേസ്റ്റുള്ള പൊറോട്ടയായിരുന്നു കേട്ടോ. ചെറിയൊരു മധുരം, ആ കണ്ടൻസ് മിൽക്കിൻ്റെ ഫ്ലേവർ ഉള്ളതാണെന്ന് തോന്നുന്നു. ചെറിയൊരു മധുരം, പക്ഷേ നല്ല ഫ്ലേക്കി ആയിട്ടുള്ള അങ്ങനത്തെ ഒരു പൊറോട്ട. അപ്പോൾ ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. പൊറോട്ട മാവിൻ്റെ അകത്ത് പൊറോട്ട ഇങ്ങനെ വീശി അടിച്ച ശേഷം കണ്ടൻസ് മിൽക്ക് ചേർത്തിട്ടുള്ള ആ ഒരു പൊറോട്ട. അതും നല്ല ചൂടുള്ള കട്ടൻ ചായയുടെ കൂടെയോ അല്ലെങ്കിൽ പാൽ ചായയുടെ കൂടെയോ ഇതിങ്ങനെ ചൂടോട് കൂടിയിട്ട് ഇത് മാത്രം ഇരുന്ന് കഴിക്കാൻ നല്ല ടേസ്റ്റ് ആവും കേട്ടോ. അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പുറമേ നല്ല ക്രിസ്പായിട്ടുണ്ടായിരുന്നു. അകത്ത് ആ ഒരു ചെറിയൊരു മധുരം. കണ്ടൻസ് മിൽക്കാണ് ചേർത്തിട്ടുള്ളത്. എന്നിട്ട് പോലും അങ്ങനെ ഭയങ്കര മധുരമൊന്നും തോന്നിയില്ല കേട്ടോ. അപ്പോൾ ഇവരോട് ഞാനിപ്പോൾ റെസിപ്പി ചോദിച്ചറിയായിരുന്നു, പൊറോട്ട മാവിൻ്റെയും ബാക്കിയുള്ള 1-2 കാര്യങ്ങളൊക്കെ റെസിപ്പി ചോദിച്ചറിയാം. അപ്പോൾ അവർ കൂളായിട്ട് എനിക്ക് റെസിപ്പിയും പറഞ്ഞു തന്നു കേട്ടോ. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞല്ലോ മുട്ട ചേർക്കാത്ത മാവാണെന്നൊക്കെ അവർ പറയുമായിരുന്നു. മുട്ട ചേർക്കാതെ എങ്ങനെയാണ് സോഫ്റ്റായിട്ട് കിട്ടിയെന്നൊക്കെ പറഞ്ഞപ്പം അതിൻ്റെ സീക്രട്സൊക്കെ അവർ പറഞ്ഞു തന്നു കേട്ടോ. പക്ഷേ സംഭവം പൊളിയായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ പാർസൽ ചെയ്തിട്ടുള്ള പൊറോട്ടയാണിത്. നോർമൽ പൊറോട്ടയും പാർസൽ ചെയ്തിട്ടുണ്ടായിരുന്നു, സ്ക്വയർ പൊറോട്ടയും പാർസൽ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത് ഞാനിപ്പോൾ കഴിച്ചുകൊണ്ടിരിക്കുന്നത് കണ്ടൻസ് മിൽക്ക് ചേർത്തിട്ടുള്ള പൊറോട്ടയാണ്. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അത് ചെറിയൊരു മധുരത്തോട് കൂടിയിട്ടുള്ള പൊറോട്ട. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ അവൈലബിൾ ആയിട്ടുള്ള സ്പെഷ്യൽ പൊറോട്ടകൾ. അപ്പം പ്രീ ബുക്ക് ചെയ്തിട്ട് വരാം. സ്പെഷ്യൽസിനായിട്ട് ഇവിടെ വന്നിട്ട് ഓർഡർ കൊടുത്താൽ മതി കേട്ടോ. താങ്ക് യു.